8ാം ക്ലാസ്സിലെ 1ാം അധ്യായമായ തുല്യ ത്രികോണങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ത്രികോണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്? ത്രികോണങ്ങൾക്ക് എത്ര വശങ്ങളുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എത്ര കോണുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെ, ത്രികോണത്തിന് 3 വശങ്ങളും 3 കോണുകളും ആണുള്ളത്. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയുന്നത് എപ്പോഴാണ് 2 ത്രികോണങ്ങൾ തുല്യമാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാഠത്തിന് തുല്യ ത്രികോണങ്ങൾ എന്ന പേര് വന്നിട്ടുള്ളത്. എന്താണ് ഈ തുല്യ ത്രികോണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുല്യ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ത്രികോണം തരികയാണ്, വേറൊരു ത്രികോണം തരികയാണ്. അപ്പോൾ ഈ 2 ത്രികോണങ്ങളെ നിങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഇവർ ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ അത്തരം ത്രികോണങ്ങളെ പറയും തുല്യ ത്രികോണങ്ങളാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ത്രികോണം തരും, അതിൻ്റെ മുകളിൽ മറ്റേ ത്രികോണം വെക്കുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യണം? കൂടിച്ചേർന്നിരിക്കണം. ഒരു വശത്തിൻ്റെ മുകളിൽ അധികമായിട്ട് മറ്റേ വശം വരരുത്. അപ്പോൾ അങ്ങനെയുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇത് സർവ്വസമ ത്രികോണങ്ങൾ എന്ന ഒരു വാക്യം കൂടി ഉപയോഗിച്ച് പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് 2 വാക്കുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. തുല്യ ത്രികോണങ്ങൾ അഥവാ സർവ്വസമ ത്രികോണങ്ങൾ എന്നുള്ള പേരും ഇതിന് പറയും. അപ്പോൾ ഒരു ത്രികോണത്തെ സംബന്ധിച്ച് അതിൻ്റെ വശങ്ങൾ, കോണുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പേര്, എൻ്റെ വീട്ടുപേര് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് അല്ലേ. എന്നെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ പേരും എൻ്റെ വീട്ടുപേരും ഒക്കെ. അതുപോലെ തന്നെയാണ് ഒരു ത്രികോണത്തിനും. ഒരു ത്രികോണത്തെ സംബന്ധിച്ച് അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ കോണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വശങ്ങളും കോണുകളും തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു 2 ത്രികോണങ്ങളുടെ വശങ്ങളും കോണുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ 2 ത്രികോണങ്ങൾ എങ്ങനെയാണ് തുല്യ ത്രികോണങ്ങളാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്തരം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കാരണം എപ്പോഴും നമുക്ക് എന്താണ് 2 ത്രികോണങ്ങളെ എപ്പോഴും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അവർ ചേർന്നിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തുല്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 ത്രികോണം വരച്ച് തരികയാണ്. നമ്മൾ ചോദിക്കുകയാണ് ഈ 2 ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിന്ന് എടുത്തിട്ട് ചേർത്ത് വെച്ച് നോക്കാനൊന്നും പറ്റില്ല. നമുക്ക് സ്ക്രീനിൽ നിന്ന് ഈ ത്രികോണങ്ങളിൽ നിന്ന് എടുത്തു വയ്ക്കാനും അവരെ പറ്റി ചേർത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാനും നമുക്ക് പറ്റില്ല. പക്ഷെ അവരുടെ വശങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ടോ അല്ലെങ്കിൽ കോണുകൾ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവർ തുല്യമാണ് അല്ലെങ്കിൽ തുല്യമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അപ്പോൾ ആ ഒരു മാർഗമാണ് നമ്മളെ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ 1ാമത്തെ സെക്ഷനായിട്ടുള്ള വശങ്ങളും കോണുകളും എന്നുള്ള ഒരു സെക്ഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളെ കുറച്ച് ചിന്തിപ്പിക്കാനായിട്ട് ഞാനൊരു ചോദ്യം ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ചിത്രം തന്നിട്ടുണ്ട്. ടവറിൻ്റെ ഒരു ചിത്രമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടവറൊക്കെ നോക്കുകയാണെങ്കിൽ ടവറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കമ്പികളുണ്ടല്ലോ, ആ കമ്പികൾ കൂട്ടി വെച്ചിരിക്കുന്നത് ത്രികോണാകൃതിയില്ല. ഈ കമ്പികൾ ടവറിൻ്റെ ആവണമെന്നില്ല. അപ്പം നിങ്ങൾ സ്കൂളിൻ്റെയോ കെട്ടിടങ്ങളുടെയൊക്കെ ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിൻ്റെ മുകളിലൊക്കെ കമ്പികളുണ്ടാവും. താങ്ങ് പോലെ മുകളിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുള്ള അവിടെ കമ്പി ഉണ്ടാവും. ആ കമ്പികളിലൊക്കെയും ഇത്തരത്തിൽ കൂടി ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ത്രികോണങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ത്രികോണങ്ങൾ അല്ലേ, ഇവിടേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? ത്രികോണങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ത്രികോണങ്ങൾ വരാൻ കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ടവറിൽ ഇങ്ങനെ ത്രികോണ രൂപങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് എന്തായിരിക്കും കാരണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നൊരു ചോദ്യമാണത്. അതൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതായത് ഈ പാഠഭാഗത്തിൻ്റെ അവസാനം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഈ ഒരു അധ്യായം കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ വശങ്ങളും കോണുകളും ഞാനിവിടെ 2 ത്രികോണം കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം 1ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്താണ്? 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. 2ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്താണ്? 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ തന്നെയാണ്. അതായത് ഈ 2 ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണ്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആലോചിച്ച് നോക്കിയാൽ കിട്ടും. എന്ത്? ഞാൻ ചോദിക്കുകയാണ്, ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണമാണോ എന്ന്. നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? നിങ്ങൾ എങ്ങനെ ആലോചിക്കും? ഈ 2 ത്രികോണം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരേപോലെ ഇരിക്കുമോ എന്നാണ് നിങ്ങൾ ആലോചിക്കുക. ശരിക്കും ഇരിക്കും ഇല്ലേ? വശങ്ങൾ തുല്യമാണ്. രണ്ടാളും കടക്കുന്ന ആ ഒരു ദിശ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒന്നിനൊന്ന് അല്ലേ, ഇതിനെ ഫസ്റ്റ് ത്രികോണത്തിന് ഒന്ന് പിടിച്ച് തിരിക്കുക, എന്നിട്ട് മറ്റേതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ കറക്റ്റ് എന്തായിട്ട് ചേർന്നിരിക്കും. അതായത് 2 ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ എന്തായാലും അവർ ചേർന്നിരിക്കും.
മാത്രമല്ല വശങ്ങൾ തുല്യമാണെങ്കിൽ എന്തായാലും കോണുകളും തുല്യമായാലേ പറ്റുള്ളൂ. അതായത് വശങ്ങൾ തുല്യമാണെങ്കിൽ കോണുകളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് രണ്ട് ത്രികോണത്തിൻ്റെയും കോണുകളും എന്തായിട്ട് വരുന്നത്, തുല്യമായിട്ട് വരുന്നത് അല്ലേ. 100ഉം 50ഉം 30 ഡിഗ്രി തന്നെയാണ് മറ്റേ ത്രികോണത്തിനും ഈ ത്രികോണത്തിനും വരുന്ന കോണുകളെന്ന് പറയുന്നത്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ത്രികോണത്തിൻ്റെ വശങ്ങൾ തുല്യമായാൽ അവർ ചേർന്നിരിക്കും, അവർ തുല്യ ത്രികോണങ്ങളാവും. അതുപോലെ വശങ്ങൾ തുല്യമായാൽ എന്തായാലും അവരുടെ കോണുകൾ തുല്യമായിരിക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഏതൊക്കെ കോണുകളായിരിക്കും തുല്യം? അതായത് അതും നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് നോക്കി നോക്കൂ, ഒന്നാമത്തെ ത്രികോണത്തിൽ അല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ത്രികോണത്തിൽ ഇവിടെ 6 സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ ത്രികോണത്തിൽ 6 സെൻറ്റിമീറ്റർ വരുന്നത് ഇവിടെയാണ്. ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ എതിരെ വരുന്ന കോൺ എത്ര ഡിഗ്രിയാ? 100 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ത്രികോണത്തിലും 6 സെൻറ്റിമീറ്റർ എതിരെ വരുന്നത് എന്താണ്? 100 ഡിഗ്രിയാണ്. അതായത് 6 തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ആദ്യത്തെ ത്രികോണത്തിൽ 6 സെൻറ്റിമീറ്ററിനെതിരെ 100 ഡിഗ്രി ആണെങ്കിൽ രണ്ടാമത്തെ ത്രികോണത്തിലും 6 സെൻറ്റിമീറ്ററിനെതിരെ എന്ത് തന്നെയേ വരുള്ളൂ? 100 ഡിഗ്രി തന്നെയേ വരുള്ളൂ. നോക്കി നോക്കൂ, ഒന്നാമത്തെ ത്രികോണത്തിൽ 3 സെൻറ്റിമീറ്ററിനെതിരെ 30 ഡിഗ്രിയാണ് വരുന്നത്, ശരിയല്ലേ? അതുപോലെ രണ്ടാമത്തെ ത്രികോണത്തിൽ 3 സെൻറ്റിമീറ്ററിനെതിരെ എന്താ വരുന്നത്? 30 ഡിഗ്രി തന്നെയാണ് വരുന്നത്. ഒന്നാമത്തെ ത്രികോണത്തിൽ 5 സെൻറ്റിമീറ്ററിനെതിരെ 50 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ത്രികോണത്തിലും 5 സെൻറ്റിമീറ്ററിനെതിരെ 50 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പം ഞാൻ എന്താ പറഞ്ഞ്, രണ്ട് ത്രികോണം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അവരുടെ വശങ്ങൾ തുല്യമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ പരസ്പരം തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായാൽ അവരുടെ കോണുകൾ എന്തായാലും തുല്യമായിരിക്കും. കോണുകൾ തുല്യമായാൽ ഏത് കോണുകളാണ് പരസ്പരം തുല്യമാണ് എന്നത് വെച്ച് എന്ത് പറയും നിങ്ങൾ? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും, അല്ലെങ്കിൽ തുല്യമാണ്. നോക്കി നോക്കൂ, ഞാൻ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ത്രികോണങ്ങൾ അല്ലേ, രണ്ട് ത്രികോണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ത്രികോണത്തിലെ വശങ്ങൾ 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ്. രണ്ടാമത്തെ ത്രികോണത്തിലെ വശങ്ങൾ 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ത്രികോണങ്ങളുടെ വശങ്ങൾ പരസ്പരം തുല്യമാണ്, അതുകൊണ്ട് അവിടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവരെ തുല്യ ത്രികോണങ്ങളും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വരാവുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് രണ്ട് ത്രികോണങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പേരെന്താണ്? ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? ത്രികോണം MLN. ഒന്നാമത്തെ ത്രികോണം MLN ആണ്. രണ്ടാമത്തെ ത്രികോണം XYZ ആണ് അല്ലേ. ത്രികോണം MLN ഉണ്ട്, ത്രികോണം XYZ ഉണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ എപ്രകാരമാണ്? LN സമം 2 സെൻറ്റിമീറ്റർ ആണ്, മറ്റോടത്തോ XY സമം 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. LN സമം 2 സെൻറ്റിമീറ്റർ ആണ്, LN സമം 2 സെൻറ്റിമീറ്റർ ആണ്, XY സമം 2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ MN സമം 4 സെൻറ്റിമീറ്റർ ആണ്, XZ സമം 4 സെൻറ്റിമീറ്റർ ആണ്, LN സമം 3 സെൻറ്റിമീറ്റർ ആണ്, YZ സമം 3 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ത്രികോണത്തിലെ 3 വശങ്ങൾ പരസ്പരം എന്താണ്? ത്രികോണത്തിലെ 3 വശങ്ങൾ പരസ്പരം തുല്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിലെയും വശങ്ങൾ പരസ്പരം തുല്യമാണെങ്കിൽ അവരുടെ കോണുകളും എന്തായിരിക്കും? പരസ്പരം തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് ത്രികോണത്തിലെ വശങ്ങൾ പരസ്പരം തുല്യമാണെങ്കിൽ എന്തായാലും എന്താണ്? കോണുകളും പരസ്പരം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ഇനി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, തുല്യമായ കോണുകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു വശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് അവർ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ അവരുടെ കോണുകൾ തുല്യമാണ്. ചോദ്യം ഇതൊന്നുമല്ല, തുല്യമായ കോണുകൾ കണ്ടെത്തി എഴുതാനാണ്. എങ്ങനെയാണ് തുല്യമായ കോണുകൾ നമ്മൾ കണ്ടെത്തി എഴുതുക? എങ്ങനെ നമ്മൾ കണ്ടെത്തും? അപ്പം അത് കണ്ടെത്താനുള്ളൊരു വഴി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായി വരിക എന്ന് ഞാൻ
പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അതാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പം അതായത് നമുക്ക് എന്തെഴുതാം, ln സമം എന്താണ്, ln എന്തിനോട് സമമാണ്, ln 2 സെൻറ്റിമീറ്റർ ആണ്. ഒന്നാമത്തെ ത്രികോണത്തിൽ 2 സെൻറ്റിമീറ്റർ ln ആണ്. രണ്ടാമത്തെ ത്രികോണത്തിൽ 2 സെൻറ്റിമീറ്റർ വരുന്നത് XY ആണ്. അപ്പോൾ ln-ഉം XY-യും സമമാണ്. സമം എന്താണ്, 2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എന്തു പറയാം, ln-ഉം XY-യും സമമാണ്, അത് 2 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ XY എന്ന് പറയുന്ന വശവും ln എന്ന് പറയുന്ന വശവും പരസ്പരം തുല്യമാണ്. അപ്പോൾ അവരുടെ എതിരെയുള്ള കോണുകളും പരസ്പരം തുല്യമായിരിക്കും. ln-ൻ്റെ എതിരെ വരുന്ന കോൺ ഏതാണ്, കോൺ M ആണ് അല്ലേ. അപ്പോൾ കോൺ M സമം എന്തായിരിക്കും, കോൺ XY-ൻ്റെ എതിരെ വരുന്നത് കോൺ Z ആണ്. അപ്പോൾ കോൺ M സമം കോൺ Z ആയിരിക്കും അല്ലേ. കോൺ M സമം കോൺ Z ആയിരിക്കും. അതായത് നമുക്ക് ചിത്രരൂപത്തിൽ, ഇപ്പം നമ്മൾ എളുപ്പമാർഗത്തിൽ ചിത്രത്തിലൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യും, കോൺ M കോൺ Z അല്ലേ തുല്യം. അപ്പോൾ കോൺ M-ന് ഒരു വരട്ടെടുക്കുക, കോൺ Z-നും ഇതുപോലെ ഒരു വരട്ടെടുക്കുക. അപ്പോൾ ഇത് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിടി കിട്ടും. അങ്ങനെ കോൺ M കോൺ Z-ഉം തുല്യമാണെന്ന് ഇങ്ങനെ എഴുതി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചിത്രത്തിൽ തന്നെ രണ്ടിനും തുല്യമായ കോണുകൾക്ക് ഓരോ വരട്ടെടുക്കുക. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരെണ്ണത്തിൻ്റെ കാര്യം നമ്മൾ തീരുമാനമായി, കോൺ M-നോട് കോൺ Z-ആണ് തുല്യം എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് നോക്കുക. അതായത് നമ്മൾ എന്ത് നോക്കുകയാണ്, അടുത്തത് MN എന്ന് പറയുന്ന വശം ഏതിനോട് തുല്യമാണ്, MN സമം XZ ആണ് അല്ലേ. കാരണം MN-ഉം XZ-ഉം 4 സെൻറ്റിമീറ്ററാണ്. അപ്പം നമുക്ക് പറയാം MN സമം അല്ലേ, MN സമം XZ ആണ്. MN-ഉം XZ-ഉം തുല്യമാണ്. ഈ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമല്ലേ. MN-നെതിരെ വരുന്ന കോൺ ഏതാണ്, MN-നെതിരെ വരുന്ന കോൺ L ആണ് അല്ലേ, L അല്ലേ. അതെ, MN-നെതിരെ വരുന്ന കോൺ L ആണ്. കോൺ L സമം എന്താണ്, MN-നെതിരെ കോൺ L ആണ്. ഇവിടെ XL-നെതിരെ വരുന്നത് ആരാണ്, XZ-നെതിരെ വരുന്നത് ആരാണ്, Z ആണ്. XZ-നെതിരെ വരുന്നത് ആരാണ്, കോൺ Y ആണ്. അപ്പോൾ കോൺ L സമം കോൺ Y. അപ്പോൾ കോൺ Y-ന് നമുക്ക് എന്ത് ചെയ്യാം, 2 വരട്ടെടുക്കാം. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവേണ്ട കോൺ L-ഉം കോൺ Y-യും ആണ് തുല്യം എന്നുള്ളത്. അതാണ് ഞാൻ ചിത്രത്തിൽ നമ്മൾ ഇത്തരത്തിൽ അടയാളപ്പെടുത്തുന്ന രീതി നമ്മൾ കണക്കിൽ ഉപയോഗിക്കലുണ്ട്. അതുപോലെ ഇനി എന്താണ്, നമുക്ക് ശരിക്കും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആയിരിക്കും പരസ്പരം തുല്യമായിട്ടുള്ളത് ആരായിരിക്കും, കോൺ N-ഉം കോൺ X-ഉം തുല്യമായിരിക്കും. അത് എഴുതിയാൽ മതി. കോൺ N-ഉം അതുപോലെ എന്താണ്, കോൺ N-ഉം കോൺ X-ഉം പരസ്പരം തുല്യമാണെന്ന് എഴുതിയാൽ മതി അല്ലേ. നോക്കേണ്ട ആവശ്യമില്ല. ഈ നോക്കിയാലും നമുക്ക് കിട്ടും. കാരണം LM-ഉം YZ-ഉം തുല്യമാണ്. 2-3 സെൻറ്റിമീറ്റർ ആണ്. ആ രണ്ടെണ്ണത്തിൻ്റെ എതിരെ വരുന്ന കോണുകളാണ് കോൺ N-ഉം കോൺ X-ഉം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ തുല്യമായ കോണുകൾ കണ്ട് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, ഏതൊക്കെ കോണുകളാണ് തുല്യമാണെന്ന് കിട്ടിയത്, നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഏതൊക്കെയാണ്, കോൺ M സമം അല്ലേ, കോൺ M സമം, ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാതെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, കോൺ M സമം കോൺ Z ആണ്. കോൺ M സമം കോൺ Z ആണ്. അതുപോലെ കോൺ L സമം കോൺ Y ആണ്. കോൺ N സമം കോൺ X ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഹോംവർക്ക് ചോദ്യമാണ്, ഇതുപോലെ ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തിട്ട് നോട്ടിലേക്ക് എഴുതി ഒന്ന് ചെയ്ത് നോക്കുക. തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാൻ തന്നെയാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ തന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്ന ത്രികോണങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ വശങ്ങൾ തുല്യമാണെന്ന് നോക്കുക. വശങ്ങൾ തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അവരുടെ കോണുകൾ തുല്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെന്ന് നോക്കുക. വശങ്ങൾ തുല്യമാണെങ്കിൽ ഒരു തുല്യ ത്രികോണങ്ങളാണ്. വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അവരുടെ കോണുകൾ തുല്യമായിരിക്കും എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, തുല്യമായി വരുന്ന കോണുകൾ കണ്ടുപിടിക്കുക. ഇതാണ് ഒരു ഹോംവർക്ക് ചോദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഇവിടെ തന്നെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വശങ്ങൾ തുല്യമായാൽ കോണുകൾ തുല്യമാവും എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തന്നു.
കോണുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യമാകണമെന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് അല്ലേ. കോണുകൾ തുല്യമായി കഴിഞ്ഞാൽ വശങ്ങൾ തുല്യമാണെന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും ഒന്ന് കണ്ടുപിടിച്ച് വരാം. എത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ മതി. താങ്ക് യു.